എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു കടലിൻ്റെ അടിത്തട്ടിലെത്തിയതുപോലെ തോന്നും, അതും വർണ്ണ മത്സ്യങ്ങളുടെ ഒരു അത്ഭുത ലോകത്ത്. ഞാൻ ശരിക്കും അതിശയോക്തി പറഞ്ഞല്ല കേട്ടോ, ശരിക്കും ഇതൊരു അത്ഭുത ലോകമാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവരുടെയൊക്കെ വിശേഷങ്ങളാണ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിലാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 33 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. 1 മണിക്കൂർ ഡ്രൈവ് മാക്സിമം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ മറൈൻ വേൾഡ് അക്വേറിയം എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്പോട്ടിൽ കറക്റ്റായിട്ട് എത്തും. ഇത് പഞ്ചവടി ബീച്ചിലേക്കുള്ള വഴിയാണ്. ആ വഴി തന്നെയാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് പോകുന്നത്. ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് അക്വേറിയം വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും റോഡിന് ഇരുവശത്തും പ്രൈവറ്റ് പേ ആൻഡ് പാർക്ക് ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ അത്ര ദൂരം നടക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ നേരെ മറൈൻ വേൾഡ് അക്വേറിയത്തിലേക്ക് പോവുകയാണെങ്കിൽ അക്വേറിയത്തിന്റെ തന്നെ പേ ആൻഡ് പാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇൻ കേസ് അവിടെ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയിലെ എല്ലാവരും അവിടെ ഇറക്കിയിട്ട് തിരിച്ച് വണ്ടി വന്ന് പാർക്ക് ചെയ്യാനും പറ്റും. പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമാണ്. ഇതാണ് അക്വേറിയത്തിന്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറി പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. കയറി കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അക്വേറിയത്തിന്റെ തീമിലുള്ള ഒരു ഭിത്തി കാണാൻ പറ്റും, ഒരു നീണ്ട ഭിത്തി കാണാൻ പറ്റും. പിന്നെ ഇടത് സൈഡിലായിട്ടുള്ളത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. അതുകൊണ്ട് അക്വേറിയത്തിന്റെ ടിക്കറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അല്ലാതെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ആ ആക്ടിവിറ്റീസിലെല്ലാം കയറണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് 400 രൂപയും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 350 രൂപയാണ്. കുട്ടികൾക്ക് 10 വയസ്സിന് താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. അതായത് അവർ ഹൈറ്റ് എഴുതിയിട്ടുണ്ട്. ഹൈറ്റ് 95 സെന്റിമീറ്ററിന് മുകളിലേക്കാണെങ്കിൽ 280 രൂപ കൊടുക്കണം. അതിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് ആണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തായിട്ട് ഇതിനൊരു പ്രയർ റൂം ഉണ്ട്, പിന്നെ ടോയ്ലറ്റുകളുണ്ട്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കഫറ്റീരിയയും ഉണ്ട്. ഇപ്പം നമ്മൾ അക്വേറിയത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. അക്വേറിയത്തിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ശരിക്കും വലിയ വലിയ ഹോളുകളായിട്ടാണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാണുന്ന ഈ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു പഴയ പ്രീമിയർ പത്മിനി കാറിനകത്ത് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും നമ്മൾ അത് തന്നെ നോക്കി നിന്ന് പോകും. ഇത് ഭയങ്കര ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ ഈ പഴയ ഫ്രിഡ്ജൊക്കെ മേടിച്ചിട്ട് ഗപ്പികളെയൊക്കെ വളർത്തത്തില്ലേ, അപ്പോൾ ഇനി ഇതേപോലെ പഴയ തുരുമ്പെടുത്ത കാറൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക്. ഇപ്പം നമ്മൾ അക്വേറിയത്തിലോട്ട് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഇവിടെ സ്റ്റക്കായി പോയൊരവസ്ഥയാണ്. കാരണം അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുത്തെ ലൈറ്റിങ്ങും ഈ ഗ്ലാസ്സുകളുടെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. ഈ വെറുതെ ഗ്ലാസ്സിൽ കുറേ മീനുകളെ ഇട്ടിരിക്കുകയല്ല, അതിൻ്റെ അകത്ത് കുറേ പാറകളിൽ കുറേ കൊത്തുപണികളൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിനകത്താണ് ഈ മീനുകൾ ഓടുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിന്ന് കാണാനേ പാടുള്ളൂ, ഗ്ലാസ്സുകളിൽ തൊടാൻ പാടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ കൂടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകൾക്കും മറ്റുള്ള സംഭവങ്ങൾക്കൊന്നും കേടുപാട് വരാതെ, കൊച്ചു കുട്ടികളാകുമ്പോൾ നന്നായിട്ട് നോക്കണമല്ലോ, അവർ പോയിട്ട് പിടിച്ചിട്ട് എന്തെങ്കിലും കേടുപാട് വരാതെ നോക്കണം. മാത്രമല്ല വെള്ളമുള്ള സ്ഥലങ്ങളുണ്ടാവും, അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ വീണു പോവാതെ കുട്ടികളെ നമ്മൾ നോക്കണം. പിന്നെ ഉള്ളത് നമുക്കിവിടെ ക്യാമറ യൂസ് ചെയ്യാം. DSLR ആണെങ്കിലും മൊബൈൽ ക്യാമറ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഫ്ലാഷ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ ആർട്ട് വർക്ക് അത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ടാങ്കിൻ്റെ ഉള്ളിലുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ളതായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണെങ്കിലും നമ്മൾ ശരിക്കും ഒന്ന് നോക്കി നിന്ന് പോകും. പിന്നെ ഇവിടുത്തെ എല്ലാ മീനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഓരോ അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗ്ലാസ് ടാങ്കിൻ്റെ പുറത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏത് മീനാണെന്നുള്ളതും പിന്നെ അതിന് എത്രത്തോളം വലിപ്പം വെക്കും,
പിന്നെ അതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സംഭവം അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽസും കൂടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടുത്തെ ഭംഗിയുള്ള മത്സ്യങ്ങളും ഭംഗിയുള്ള ആർട്ട് വർക്കുകളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളിനി കയറാൻ പോകുന്നത് ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. അതിൻ്റെ അടിയിൽ കുറേ വലിയ വലിയ മീനുകളെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളോട് പറയും, ചെരുപ്പ് ഊരിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പറയും. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് സ്റ്റെപ്പ് കയറി വന്നെങ്കിലും ഈ ഗ്ലാസിൻ്റെ മുകളിലോട്ട് നമ്മൾ കാല് വെച്ച് കഴിയുമ്പോൾ ശരിക്കും നമുക്കൊരു പെട്ടെന്നൊരു സ്റ്റക്കായി പോകുന്ന പോലെ തോന്നും. കാരണം ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന വലിയ വലിയ മീനുകളാണ്. നമ്മൾ കാല് വെക്കുന്നത് ഒരു ഗ്ലാസ്സിലോട്ടും കൂടെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നടക്കുകയും വേണം, ഈ മീനുകളെയും കാണണം. അപ്പോൾ ശരിക്കും ചെറുതായിട്ടൊരു പേടിയും വരും, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. ഇപ്പം നമ്മൾ കയറിയ ഗ്ലാസ് ബ്രിഡ്ജോട് കൂടിയിട്ട് ആദ്യത്തെ ഹോള് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഹോളിലേക്കാണ്. അതും ഒരു വലിയ ഹോളാണ്. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു നീരാളിയുടെ ഷേപ്പിൽ ഒരു ഷോപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചായ, സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ 4 ഭാഗത്തായിട്ട് ഒരു ചെറിയ കനാല് പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ മീനുകളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാലൊക്കെ വൃത്തിയാക്കിയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ മീനുകൾ വന്നിട്ട് ഇങ്ങനെ സ്പാ ചെയ്യും. പിന്നെ ഇവിടെ കാല് ഇടുമ്പോഴേക്ക് നമ്മൾ സൂക്ഷിക്കണം. ഈ വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് കാലിടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ കാല് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. പിന്നെ ഈ ഹോളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ സംഭവമാണ്. ഇതൊരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ കാണുമ്പോൾ നേരത്തെ ഒക്കെ കണ്ട പോലെ ഒരു അക്വേറിയം പോലെ തന്നെയാണ്. അകത്ത് കുറേ പാറക്കല്ലുകളും പിന്നെ കുറേ മീനുകളൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ താഴെ കൂടെ ഈ വഴിയെ കൂടെ നമ്മൾ കയറുവാണെങ്കിൽ അകത്തൊരു ഗ്ലാസ് ടണലിലേക്ക് എത്തും, ഒരു ചെറിയ ടണൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പോലെ, അതായത് ഒരു കടലിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. നമുക്ക് ചുറ്റിലും ഈ മീൻ ഓടുന്നതും നമുക്ക് കാണാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗണ്ട് പ്രൂഫും കൂടെയാണത്. അപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊന്നും നമുക്ക് കാര്യമായിട്ട് കേൾക്കൂല. നമുക്കിങ്ങനെ ഈ മീനുകളെ മാത്രം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം. ശരിക്കും നല്ല അടിപൊളിയാണ്. ഹോളിൽ കണ്ടൊരു വെറൈറ്റി മീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ടാങ്കിൽ കിടക്കുന്നതാണ്. ഇതിങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഏതാണ് ഈ സുന്ദരി മീനെന്ന് മനസ്സിലാലോചിച്ച് അപ്പോൾ നോക്കിയപ്പോൾ സൈഡിൽ പേരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ പേരിൽ നോക്കിയപ്പം പേര് കൊടുത്തിരിക്കുന്നത് മിസ് കേരള എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മീനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. പേര് മിസ് കേരള എന്നായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഒരു ചെറിയ ഹോളിലേക്കാണ്. ഈ ഹോളിലേക്ക് കയറി വരുമ്പോൾ നമ്മളൊരു മഞ്ഞ് സ്ഥലത്തെത്തിയതുപോലെയാണ് തോന്നുന്നത്. അതുപോലത്തെ തീമൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ AC ഉണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അവിടെ നിന്ന് ആ ചൂടിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് നല്ലൊരു തണുത്ത കാലാവസ്ഥയിലെത്തിയതുപോലെ തോന്നും. പിന്നെ തീമും അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും ഈ കൈവരികളും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കോയി ഫിഷ് പോലത്തെ കുറേ ഫിഷുകളെ ഇങ്ങനെ പോണ്ട് പോലെ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോണ്ടിലൊന്നും നമ്മൾ കൈ ഇടരുത്, അതൊക്കെ അവർ പ്രത്യേകം പറയും കൈയിടാൻ പാടില്ലെന്നൊക്കെ. പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഈ മഞ്ഞിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് കൊടുത്ത് മേടിക്കാം. ക്യാഷ് കൊടുക്കണം, ഫ്രീ അല്ല, ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. നമ്മളൊരു പാറക്കെട്ടുകൾ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ കയറി പോകുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ആമകളെ ഇട്ടിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു ദിനോസേഴ്സിൻ്റെ സ്കെൽട്ടൻ്റെ ഡിസൈനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പം ഒരു കാടാണ് കാണുന്നത്. കാട് മീൻസ് ഒരു റെയിൻ ഫോറസ്റ്റ്.
ഭയങ്കര പെർഫെക്ഷനോട് കൂടിയാണ് ഈ റെയിൻ ഫോറസ്റ്റും ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരങ്ങളും പിന്നെ കുറച്ച് പുൽമേടുകളും മുകളിലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ മൃഗങ്ങളുണ്ട്, കടുവ, മാന്, അങ്ങനെയുള്ള കാട്ടിലൊക്കെ കാണപ്പെടുന്ന മൃഗങ്ങളുണ്ട്. പിന്നെ മൊത്തത്തിലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കിളികളുടെ ശബ്ദവും പിന്നെ ചീവീടുകളുടെ സൗണ്ടും ചെറിയ ചെറിയ അരുവികളിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ടും. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അക്വേറിയം തന്നെയാണ്. ഇവിടെയും ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം അക്വേറിയമാണ്. അതിൻ്റെ ചുറ്റിലുമാണ് ഈ റെയിൻ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അക്വേറിയം എന്ന് പറഞ്ഞൊരു വലിയ പോണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ മീനുകളും ഉണ്ട്. ഇവിടെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു പോകും. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. ആ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പടികൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഹോളിലാണ് വരുന്നത്. ഇവിടെ വരുമ്പം അക്വേറിയംസ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫൈറ്റർ ഫിഷിൻ്റെ അക്വേറിയമാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, ഇങ്ങനെ ചെറിയൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് ഓരോ ഫൈറ്ററിന് വീതം വാങ്ങിക്കത്തില്ലേ, അതേപോലെ തന്നെ വലിയ ഗ്ലാസ്സുകളിനകത്ത് അത്യാവശ്യം വിസ്താരമുള്ളതിനകത്ത് ഓരോ ഫൈറ്റേഴ്സിന് വീതം ഇട്ടിരിക്കുകയാണ്. അതും ഓരോ കളറിലും ഡിസൈനിലും ഉള്ള ഫൈറ്റേഴ്സാണ്. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. യിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള 42ഓളം പ്രവാസികൾ ഏകദേശം 100 കോടി രൂപയോളം ചെലവഴിച്ച് 4 ഏക്കർ സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമായ ഈ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. 2007 ഈ അക്വേറിയത്തിന്റെ പണി തുടങ്ങിയത്. 2021 ജനുവരിയിലാണ് ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഒരു അക്വേറിയം കംപ്ലീറ്റ് ആക്കിയത്. ഏകദേശം 14 വർഷം എടുത്തിട്ടുണ്ട് ഇത്രയും വലിയൊരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പണികളും കൂടെ ഇപ്പം നടക്കുന്നുണ്ട്, എന്നാലും കൂടുതലും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഇവർ പറയുന്നത് ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ ഉള്ള അക്വേറിയങ്ങളെക്കാൾ വലിയ അക്വേറിയമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. പക്ഷെ അത് എത്രത്തോളം വസ്തുതാപരമായി കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെയുള്ള വലിയ അക്വേറിയങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള സാധാരണ അക്വേറിയങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു അക്വേറിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം എന്നുള്ള പദവി അലങ്കരിക്കാൻ പറ്റിയൊരു അക്വേറിയം തന്നെയാണ്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. സാറ്റർഡേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 11:30 മുതൽ രാത്രി 7 മണി വരെയും. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ 400 രൂപയെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ആലോചിച്ചു അത് ഇത്തിരി കൂടുതലല്ലേന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതൊട്ടും കൂടുതലല്ല എന്ന്. അത്രയധികം കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ ഏകദേശം ഒരു മിനിമം 3.5 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അത് അക്വേറിയം മാത്രമായിട്ട്. അപ്പോൾ വിചാരിക്കും 3.5 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും നമ്മൾ ഇതിനോട് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. അക്വേറിയത്തിനോടും ഫിഷുകളോടും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനൊരു സ്ഥലം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ട് ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3.5 മണിക്കൂർ വേണം. ഇനി കുട്ടികളായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുട്ടികൾക്കുള്ള പാർക്ക് വേറെ ഉണ്ട്, പിന്നെ 1-2 ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തുണ്ട്, പിന്നെ ഒരു ബേർഡ് പാർക്ക് ഉണ്ട്, അവിടെ നമുക്ക് ബേർഡിനെ ഹാൻഡ് ഫീഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫിഷിന് പുറത്ത് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. അപ്പോൾ അത് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സെക്ഷൻ മാത്രമല്ല, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനും ഇത് തന്നെയാണ്.
ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടണലിനെ കുറിച്ചാണ്. ശരിക്കും കുറച്ച് നീളത്തിൽ നമുക്കൊരു ഗ്ലാസ് ടണലിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ നിറയെ ഫിഷുകളാണ്. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നിറയെ വലിയ വലിയ മീനുകളാണ്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. പക്ഷെ നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താ നമ്മൾ ഇത്രയും നേരം കണ്ടു വന്നതിൽ നിന്നും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ഒരു ഏരിയയും ഇത് തന്നെയാണ്. കുറേ നേരം കാത്തു നിന്ന് ഒന്ന് തിരക്ക് കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 3 മണിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനുള്ള സമയമായി. ആ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു അഡ്വാൻറ്റേജും കൂടെ കിട്ടി. കാരണം ഈ ടണലിൻ്റെ അകമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും ഫിഷിന് തീറ്റ കൊടുക്കാനും വേണ്ടിയിട്ടും ഡൈവേഴ്സ് വരുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ഇവിടെ 3 ഷിഫ്റ്റായിട്ടാണ് ഈ ഡൈവേഴ്സ് വരുന്നത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമായിട്ട്. എന്നിട്ട് ഈ ടണലിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് ഫിഷിന് ഫുഡ് കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സും കാണാൻ പറ്റി, ഡൈവേഴ്സിനെ കാണാൻ പറ്റി. പിന്നെ ഈ ഫിഷുകളെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഗ്ലാസിൻ്റെ അകത്തൂടെ നമുക്ക് കാണാനും പറ്റും. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണത്. അക്വേറിയത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇനി 2 ഏരിയയും കൂടെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ഫിഷിന് തീറ്റ കൊടുക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ കോയി ഫിഷിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് തീറ്റ വെച്ച് തരും. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ത്തി ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഷുകളെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ എടുക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് കൈ വെച്ചിട്ട് പേടിച്ച് കൈ മാറ്റിപ്പോയി. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് കുട്ടികൾക്ക് വേണ്ടി ഫിഷിങ്ങിന് വേണ്ടിയിട്ടൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർക്ക് വല കൊടുക്കും. അവർക്ക് വേണമെന്ന ഫിഷിനെ അവർക്ക് ഇങ്ങനെ പിടിക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം. അതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. 10 രൂപ, 20 രൂപ, 30 രൂപ ആ റേഞ്ചിലാണ്. ഇനി നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഫിഷിനെ തിരിച്ച് ആ പോണ്ടിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ അവിടെ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടുകയോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും കാഴ്ചകളും ഒക്കെ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ദിവസം ഇവിടെ വന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതിന് മുമ്പ് ആരെങ്കിലും ഈ അക്വേറിയത്തിൽ വന്നിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.